ശിവപാർവതി പാർട്ട് 13. ഇത് നിങ്ങളുടെ മകനാണോ? എൻ്റെ മകനാണ്. ഇവൻ്റെ കൂടെയുള്ള ഈ പെൺകുട്ടിയോ? അവൻ്റെ ഭാര്യയാണ് പാർവതി. നോ, നെവർ. അവിടെയുള്ള മധ്യവയസ്കൻ അത് പറഞ്ഞതും അത് കേട്ട് വിശ്വനാഥനും ഭദ്രനും അയാളെ നോക്കി. ഞാനും ഇവളുടെ അമ്മാവനാണ്, എന്നിട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അത് കേട്ട് അവരൊന്ന് ഞെട്ടി. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണം ഞങ്ങൾ പോലും അറിയാതെ നടന്നിരിക്കുന്നു, അതും നടുറോട്ടിൽ നിന്നുമാണോ ഞങ്ങൾ അറിയേണ്ടത്? വീണ്ടും അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയല്ലേ പാർവതി 3 വർഷമായി ഞങ്ങളുടെ വീട്ടിലുണ്ട്. അത് കേട്ടോണ്ട് വന്ന ആദി ദേഷ്യത്തോടെ പറഞ്ഞു. എന്ത്, 3 വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിലോ? ഞങ്ങളുടെ വീട്ടിൽ ഒന്നും പറയാതെ ഇറങ്ങി വന്ന ഇവളെ നിങ്ങൾ അവിടെ സ്വീകരിച്ചോ, അതോ ഇവൻ കെട്ടിക്കൊണ്ടു വന്നതാണോ? വീണ്ടും അയാൾ ഗൗരവത്തിൽ ചോദിച്ചു. അവൾ അവിടെ വീട്ടുജോലി നോക്കി 3 വർഷം കഴിഞ്ഞു. ഇപ്പോ ഇവൻ അവളെ ഇഷ്ടമായിരുന്നു. അത് ഞങ്ങളോടുകൂടെ പറയാതെ ഇവളെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭദ്രനും ഗൗരവത്തിൽ തന്നെയായിരുന്നു സംസാരം. ആരാ എന്താ എന്നൊന്നും നോക്കാതെ കല്യാണം ഉണ്ടാക്കുവാണോ വേണ്ടത്? ജീവൻ ദേഷ്യത്തിൽ ചോദിച്ചതു. അതെ, ഇവൾക്കൊരു കുടുംബമുണ്ട്, ഞങ്ങളല്ല. അമ്മാവനും ഇടയിൽ കയറി സംസാരിച്ചു. ഈ 3 വർഷമില്ലാത്ത കുടുംബം ഇപ്പൊ എവിടെന്ന് വന്നു? ഇത്രയും നാള് എന്തുകൊണ്ട് ഇവൾ അന്വേഷിച്ചു വന്നില്ല? എല്ലാം കേട്ട് ദേഷ്യത്തിലായിരുന്നു വിശ്വനാഥൻ അത് ചോദിച്ചത്. ഇവളെ കുറിച്ച് ഒത്തിരി അന്വേഷിച്ചു, പക്ഷേ ഇപ്പോഴാ ഇവളെ കുറിച്ച് അറിയുന്നത്. അമ്മാവൻ അല്പം ധൃതിയിൽ പറയുന്നുണ്ട്. പാർവതി അവിടെ നിന്നും ഇറങ്ങി വരാൻ കാരണമെന്താ? പോലീസിന്റെ ചോദ്യം കേട്ടതും എനിക്ക് അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് തോന്നി. ഇതെല്ലാം പറയുമ്പോൾ അവളുടെ വാക്കിൽ ഒരു വാശിയും ഗൗരവവും ഉള്ളത് ശിവൻ ശ്രദ്ധിച്ചു. നിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു സർ. എങ്ങനെ? ഒരു ആക്സിഡന്റ് ആയിരുന്നു സർ. അമ്മാവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും പാർവതി അയാളെ തുറിച്ചു നോക്കി. ഇയാളോട് ഞാൻ ചോദിച്ചോ? ഞാൻ ചോദിച്ചത് പാർവതിയോടാണ്. ആക്സിഡന്റ് ആയിരുന്നോ അല്ലയോ? പാർവതി ഒന്ന് അമർത്തി മൂളി. അപ്പോൾ അവളുടെ കൈകൾ ചുരുട്ടിപ്പിടിച്ചിരുന്നു. പാർവതി, അന്ന് നീ അവിടെ നിന്നും പോരുമ്പോൾ നിന്റെ പ്രായം എത്രേ? 19. ഇപ്പോൾ 21 കഴിഞ്ഞു. ഇവൾ ഒരു പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവൾക്ക് എന്ത് തീരുമാനിക്കണമെന്നത് അവളുടെ ഇഷ്ടമാണ്. നിങ്ങളൊരു കേസുമായി നടന്നിട്ട് കാര്യമില്ല. അവൾ ഇപ്പോൾ ജീവിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. സാർ, പക്ഷേ ഇവളെ... ജീവൻ എന്തോ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയതും അമ്മാവൻ അവനെ നോക്കി വേണ്ടാന്ന് പറഞ്ഞു. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മിസ്റ്റർ വിക്രം? നോ, അമ്മാവൻ ഒരു ഒയ്ക്കം മട്ടിൽ പറഞ്ഞു നിർത്തി. ഇവരെ ഇന്നലെ രാത്രി ഈ ചെറുപ്പക്കാരുമായി വായിക്കിടുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് ജീപ്പ് നിർത്തുന്നത്. ഈ 2 ചെറുപ്പക്കാർ പറഞ്ഞു ഇതിവരുടെ പെങ്ങളാണെന്ന്. ഇയാൾ ഇവന്റെ ഭാര്യയാണെന്ന് പറയുന്നു. ആ തർക്കം കാരണമാണ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളെന്ന് മനസ്സിലായി. നിങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. ഓക്കെ സർ. അതും പറഞ്ഞ് അവരിറങ്ങി. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ പാർവതി അവരെ എല്ലാം തുറിച്ചു നോക്കി. അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ തിരിഞ്ഞു മുന്നോട്ട് നടന്നതും അപ്പോഴാണ് ശിവൻ തിരിഞ്ഞ് ജീവനെ ഒരു നോട്ടം നോക്കിയത്. ഈ മുഖം നീ മറക്കരുത് എന്ന പോലത്തെ ഒരു നോട്ടമായിരുന്നു അത്. അവിടെ നിന്നും ഇറങ്ങിയതും ഞാനും പാർവതിയും എൻ്റെ വണ്ടിയിൽ വന്നോളാം. ശിവനത് പറഞ്ഞതും ഭദ്രനും വിശ്വനാഥനും ആദിയും അവരുടെ വണ്ടിയിൽ യാത്ര തിരിച്ചു. പാറു എന്ത് പറയുമെന്ന പോലെ അവനെ നോക്കി. വന്നു വണ്ടിയിലേക്ക് കയറ്. യാത്രയിലെല്ലാം അവൻ വലിയ ദേഷ്യത്തിലായിരുന്നു. അവന്റെ ദേഷ്യമെല്ലാം അവൻ സ്പീഡിൽ കാണിച്ചു. അത് കണ്ട് പാറുവിന് ഒരു ഭയവും വന്നിരുന്നു. പക്ഷേ അവനോട് തിരിച്ചു ചോദിക്കാൻ പോലും അവൾക്ക് സാധിച്ചില്ല. വീട്ടിലെത്തിയതും അവൻ വണ്ടിയും നിർത്തി നേരെ ഇറങ്ങി ആരെയും നോക്കാതെ മുകളിലേക്ക് കയറി. പാറു മടിച്ച് അകത്തേക്ക് കയറിയതും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഹോ, വന്നോ അസത്ത്?
നിനക്ക് കുടുംബമുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കാതെ എൻ്റെ മകനെ തട്ടിയെടുക്കാനാണോ ഡി നീ ഇവിടെ താമസിക്കുന്നേ? പാർവതിയെ കണ്ടയുടനെ സുമ ദേഷ്യത്തിൽ ചോദിച്ചു. നീ കാരണം അവൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരെ എത്തി. നീതി ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിലല്ലേ, അല്ലാതെ ജയിലിലൊന്നും അല്ലല്ലോ. ആതിര, നിനക്ക് ഇവളുടെ പക്ഷം ചേർന്ന് സംസാരിക്കാനല്ലേ അറിയുകയുള്ളൂ. ഗീതവും ഇടയിൽ ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്തേ, ഇനി അവനെ ജയിലിൽ കൂടെ എത്തിച്ചാലുള്ളൂ നിനക്ക് സമാധാനം കിട്ടുക? സുമ ആതിരക്ക് നേരെ ദേഷ്യത്തിൽ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. വല്യമ്മേ, ശിവേട്ടൻ എൻ്റെ ഏട്ടനാണ്, അതുപോലെ ഇവൾ എൻ്റെ സുഹൃത്തും ഇപ്പോൾ എൻ്റെ ഏട്ടത്തമ്മയുമാണ്. നിങ്ങൾ ഇവളെ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ കുത്തി നോവിക്കാൻ മാത്രമല്ലേ അറിയുകയുള്ളൂ? ആതിര പുച്ഛത്തോടെ ചോദിച്ചു. ഹോ, അപ്പോ എൻ്റെ അടുത്താണ് കുറ്റം എന്ന് അല്ലേ? ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? മോൾ ശിവന്റെ അടുത്തേക്ക് പോയിക്കോളൂ, വിശ്വനാഥൻ ഗൗരവത്ത് പറഞ്ഞതു. ഏട്ടൻ എന്തിനാ അവളെ ഇങ്ങനെ അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്? നീതത് ചോദിച്ചപ്പോയേക്കും മുകളിൽ പോയ ശിവൻ താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. പാർവതി, ആതിര, ഗീത അതും വിളിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഇതെന്താ ഞങ്ങളെ വിളിക്കുന്നേ? ഗീതു അത്ഭുതത്തോടെ ചോദിച്ചു. മക്കൾ പോയി നോക്കൂ. ശിവൻ കാറ് തുറന്നു. ഇന്നലെ എടുത്ത ഡ്രസ്സിന്റെ കവറെല്ലാം പുറത്തേക്കെടുത്തു. അത് കണ്ട് ഗീതയുടെ കണ്ണുകൾ തിളങ്ങി. പാറു കവറുകളെല്ലാം വാരിയെടുത്തു. ആതിരയും കവറുകൾ വാരിയെടുത്തു. ഗീത സന്തോഷത്തോടെ ജീൻസുള്ള കവർ കണ്ടതും അതെല്ലാം വാരിയെടുത്തു. ഗീത സന്തോഷത്തോടെ അതിലേക്ക് നോക്കി. ബാക്കിയുള്ളതെല്ലാം ശിവനും എടുത്തു. അവർ ഉള്ളിലേക്ക് കയറി. ഇതെന്താ മക്കളെ? ഡ്രസ്സാണ് അമ്മേ. പാർവതിയായിരുന്നു മറുപടി കൊടുത്തത്. ഇത്രയും ഡ്രസ്സുകളോ? എല്ലാവർക്കും ഉള്ളതാണോ? നീത അത്ഭുതത്തോടെ ചോദിച്ചു. ആണമ്മേ, ഇതെല്ലാം ഞാൻ ഇടുന്ന ഡ്രസ്സാണ്. ഗീതു സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങൾ ഇവർക്ക് ഡ്രസ്സ് എടുക്കാനാണോ പോയേ? നിനക്ക് അന്തമില്ലേ പാറു? ആതിര പാറുവിനെ കേൾക്കാവുന്ന വിധത്തിൽ പറഞ്ഞു. അത് കേട്ട് പാറു ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ ഇതും പിടിച്ചു നിൽക്കുവാണോ? എല്ലാം എൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെക്കുന്നില്ലേ? ശിവ അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും പാറുവും ആതിരയും കൂടെ മുകളിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങിയതും. എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എന്തിനാ മോനെ നീ വാങ്ങിക്കാൻ നിന്നത്? ഇതെല്ലാം ഇവർ പോയി വാങ്ങിക്കില്ലേ? സുമ അല്പം സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഉള്ളത് നിന്റെ മുറിയിലാണോ കൊണ്ടുപോയി വെക്കുന്നത്? ഗീത മോൾക്കുള്ളത് അവളുടെ മുറിയിലേക്കല്ലേ? നീതിയും സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. അതിന് ആര് പറഞ്ഞു ഇതെല്ലാവർക്കും ഉള്ളതാണെന്ന്? പിന്നെ ഇത്രയും അധികം ഡ്രസ്സ് ആർക്കാ ശിവ? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ശിവൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ആർക്ക്? ഇവൾക്കോ? നിനക്കെന്താടാ ഭ്രാന്താണോ? പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളാണോ വാങ്ങിക്കൊടുക്കേണ്ടത്? ആദ്യം വിശ്വനാഥനും ഭദ്രനും മുത്തശ്ശിയും ബാനും അമ്മയും ഒന്നും മിണ്ടാതെ അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ട് നിന്നു. ഇത്രയും അധികം ഡ്രസ്സ്, അതെല്ലാം ഇടാനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത്? സുമ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇവൾ എൻ്റെ ആരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ കണക്ക് നിങ്ങൾ ആരും ചോദിക്കാൻ നിൽക്കേണ്ട. അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ എനിക്കിഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്തു എന്നിരിക്കും. ശിവൻ ദേഷ്യത്തിൽ സംസാരിച്ചതും. ഈ ജീൻസൊന്നും അവളിടുന്നതല്ലല്ലോ? ഗീതു അല്പം സംശയത്തോടെ ചോദിച്ചു. ഇനി ആയിക്കൂടാ എന്നില്ലല്ലോ. ഹിയാ, ശിവേട്ടൻ ഇപ്പോഴാണ് ശിവേട്ടനായത്. നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ മോളെ. ആതിര പാറുവിനെ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. നാളെ കോളേജിൽ പോകില്ലേ? അപ്പോഴാണ് എനിക്ക് നിന്നോടൊന്ന് ശരിക്ക് സംസാരിക്കാനുള്ളത്. എന്താണ് സംഭവിച്ചതെന്നെല്ലാം അറിയണമല്ലോ. അതും പറഞ്ഞ് ആതിര അവളെ നോക്കിയതും പാറു ഒന്ന് ഇളിച്ചു കൊടുത്തു. ഛേ, ഇത് അവൾക്ക് വേണ്ടിയാണോ? ഗീത അതും പറഞ്ഞ് കവർ ദേഷ്യത്തോടെ തറയിലേക്കിട്ടതും ശിവന്റെ മുഖത്ത് പുച്ഛം മാറി ദേഷ്യം വന്നു. ഡേ, എടുക്കടി അത്. അവൻ ദേഷ്യത്തിൽ ഉറക്കെ അത് പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി. അവൾ എന്തിനെ അതെല്ലാം എടുക്കണം? നീതയും ദേഷ്യത്തിൽ എണ്ണീറ്റുകൊണ്ട് ചോദിച്ചു. ഡേ, നീ എടുക്കുന്നുണ്ടോ അതോ? അവൻ ദേഷ്യത്തോടെ അത് പറഞ്ഞ് അവന്റെ കാൽ കൊണ്ട് ടേബിളിലുള്ള ഫ്ലവർ വേസ് തട്ടി തെറിപ്പിച്ചതും അത് ഗീതയുടെ മുമ്പിൽ വന്ന് വീണുടഞ്ഞു. അവൾ പേടിയോടെ ഒന്ന് ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് അവിടെയുള്ള കവറെല്ലാം വാരിയെടുത്തു. നേരെ മുകളിലേക്ക് കയറി
അവളുടെ സ്പീഡ് കണ്ട് ആദ്യയും പാറുവും വായും തുറന്ന് പരസ്പരം നോക്കി. ശിവ, നീ കാണിച്ചു കൂടുന്നതെല്ലാം എന്താ? നിങ്ങളുടെ മോളുടെ അഹങ്കാരം കൊണ്ടാണ്. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി. നീത ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി. ഗീത ദേഷ്യത്തോടെ ഡ്രസ്സെല്ലാം അവളുടെ മുറിയിൽ കൊണ്ടുപോയി ഇട്ട് തിരിച്ചിറങ്ങുമ്പോൾ വരുന്ന പാറുവിനെയും ആതിരയും കണ്ടതും അവൾ ദേഷ്യത്തോടെ നോക്കി. ഇതിനെല്ലാം ഞാൻ കണക്ക് ചോദിക്കും പാർവതി, നോക്കിക്കോ നീ. അയ്യോടാ, പാർവതി പേടിച്ചുട്ടോ. ആതിര അവളെ പുച്ഛിച്ചുകൊണ്ട് കളിയാക്കി പറഞ്ഞു. നീ ഇവളുടെ കൂടെ കൂടി തുള്ളണ്ട, നിനക്ക് ഞാൻ പണി തരുന്നുണ്ട്. ആ, നമുക്ക് കാണാം. ഗീത ദേഷ്യത്തോടെ അവളെ നോക്കി ഇറങ്ങിപ്പോയി. ഈ ശിവ ഇതെന്തിനുള്ള പോക്കാണ്, മുത്തശ്ശി ടെൻഷനോടെ പറഞ്ഞു. അവൻ അവൻ്റെ ഭാര്യയോട് ചെയ്യേണ്ട കടമകളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. വിശ്വനാഥൻ അത് പറഞ്ഞതും അവിടെ സൈലന്റ് ആയിരുന്നു.